ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു പടം ഇറക്കുമ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു ജയസൂര്യയുടെ ഒരു ഇത് കാണാൻ. അടിപൊളി പടം, സീൻസ് ആണ്. ആട് 1 ആണോ 2 ആണോ 3 ആണോ? 1 ആണോ 2 ആണോ 3 ആണെന്ന് ചോദിച്ചാൽ അത്രയും കാലം 1 ആയിരുന്നു, ഇപ്പൊ 3 ആയി എന്ന് പറയാൻ വേണേ. ഇതിപ്പോ തീർന്നപ്പോ തന്നെ അയ്യോ തീർന്നു പോയ സിനിമ, നമ്മളിനി വെയിറ്റ് ചെയ്യായിരുന്നു. അവര് പ്ലോട്ടൊന്നും ഞാൻ പറയണില്ല, പക്ഷെ അവര് ഒരു സാധനം ചെയ്ത് കഴിയുമ്പോൾ അയ്യോ തീർന്നു ഇവിടെ പടം, ഇനിയും എന്താ ഉണ്ടാവാൻ പോണേ, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഒരു കെയോട്ടിക് സിനിമ, അടിപൊളി പടം. എല്ലാവർക്കും, എനിക്ക് വർക്കൗട്ടായി, ബാക്കിയുള്ളവർക്ക് എങ്ങനെ വർക്കൗട്ട് ആണെന്ന് അറിഞ്ഞോളാം. നല്ല പടം. സീസൺ ഷാജിപ്പാപ്പൻ തൂക്കി. ഈ സീസൺ ഷാജിപ്പാപ്പൻ തൂക്കി. അതെ, അത് പുതിയതാണെങ്കിലും ഒരു ടൈം ട്രാവൽ എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഇത്തിരി നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും വർക്ക് ആവുക, പക്ഷെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. കുറെ ചിരിക്കാനുണ്ട്, നല്ല സിനിമ. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആപ്റ്റ് ആവാണ്ട് അല്ല, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ഒരു സീരിയസ്നെസ്, ഹ്യൂമർ എന്നാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടൈം ട്രാവൽ ആണെങ്കിലും പുതിയൊരു ടൈം പീരീഡ് ആണെങ്കിലും ഹ്യൂമർ നല്ലോണം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒട്ടും എന്താ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നല്ലോണം ഉണ്ട്. അത് ആ ഒരു നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും, അപ്പൊ തന്നെ തീരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും അയ്യോ ഇനി വെയിറ്റ് ചെയ്യണം. ആ ഒരു ഇത് നല്ലോണം ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും നല്ലൊരു മിക്സാണ്. ഫാന്റസി എല്ലാം ഉണ്ട്. ഫാന്റസി എന്ന് പറയുന്നത് ടൈം ട്രാവൽ ഒരു ഇത് ഫാന്റസി ആണ്. നല്ല മൂവി, വേറെ മൂവി. ഷാജിപ്പാപ്പൻ തകർത്ത് വാരി. പക്ഷെ ഈ പടം ഫാമിലി ആയിട്ട് വന്ന് കണ്ടാലാണ് മനസ്സിലാവും. എല്ലാവരും ഈ പടം വന്ന് കാണണം. 100 കോടി മേലെ കയറുന്ന പടമാണ്. എല്ലാവരും വന്ന് ഈ പടം കാണണം, തീർച്ചയായിട്ടും. സെറ്റ് പടം. എന്താ ബ്രോയ്ക്കാർ ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ? ഷാജിപ്പാപ്പനെയാണോ, ഡ്യൂഡിനെയാണോ, ആശാനെയാണോ? ഷാജിപ്പാപ്പൻ വേറെ ലെവല്. ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത് വിനായകനാണ്. വിനായകന്റെ കോമഡിയും കാര്യങ്ങളും എല്ലാം വേറെ എന്റർടൈൻമെന്റ് പടം, വേറെ മൂഡ് പടം. ഓക്കെ, ബ്രോയ്ക്ക് ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ തേർഡ് പാർട്ടാണോ? എനിക്ക് ഫസ്റ്റും സെക്കൻഡും 3. ഇപ്പതേ നാലാം ഭാഗവും കൂടി വന്നുണ്ട്. 4ാം ഭാഗവും കൂടി വരാനുള്ള സെറ്റപ്പാണ്. 4ാം ഭാഗം കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവല് മാറോട്ടാ, വേറെ ലെവല്. ഇത് ഇപ്പൊ തന്നെ 100 കോടി മേലെ കയറാൻ പോണ ഒരു പടമാണ്. വേറെ മൂഡ് പടം. ഞാനും ഇതിന്റെ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുള്ളതാണ്. വേറെ മൂവി. ഓക്കെ, പടം എങ്ങനെയുണ്ട്? പടം നല്ല രസമുള്ള പടം. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ബോറടിക്കാതെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. ഓരോ സമയത്തും നമുക്ക് പുതിയ ഒരു അനുഭൂതിയാണ് തരുന്നത്. കാരണം എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ആവശ്യമില്ലേ, അതുണ്ടാവും. പാപ്പൻ തൂക്കി. പാപ്പൻ തൂക്കി തകർത്തു. ഈ സീസൺ തൂക്കും. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ക്യാരക്ടർ എല്ലാം തകർപ്പനാണ്. ഡ്യൂഡ് പഴയ പോലെ തന്നെ ഡ്യൂഡ് പൊളിച്ച് അതേ പവറത്തില്ല. ഡ്യൂഡ് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണം, അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഷാജി പാപ്പൻ, ഇന്ദ്രൻ ചേട്ടൻ, ഇതിനകത്തുള്ളവരെല്ലാവരും ഫസ്റ്റ് സെക്കൻഡ് വന്ന പോലെ തന്നെ എല്ലാവരും നല്ല പെർഫോമൻസ് ചെയ്തിരുന്നത്. ഇതിൽ ഡയറക്ടർ കൊണ്ടുവന്നിരിക്കുന്ന ചില വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ, അത് കൊള്ളാം. നല്ല ഒരു ഇതാണ്, നമുക്ക് ഇഷ്ടപ്പെടും, എന്റർടൈൻ ചെയ്യാം. കോമഡിയാണോ ഫൈറ്റാണോ മാസ് സീനാണോ ഇഷ്ടപ്പെട്ടത്? ഇതിൽ എല്ലാം ഉണ്ട്. നമുക്ക് ഓർമ്മയിൽ ഏറ്റവും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫൈറ്റാണോ മാസാണോ കോമഡിയാണോ? കോമഡിയാണ്. പിന്നെ നല്ലൊരു വിഷ്വൽ എഫക്ട്സ് ആണ്. നമുക്ക് കാണുമ്പോൾ ഒരു അരോചകമല്ലാത്ത നല്ല വിഷ്വലാണ്. അതിൻ്റെ നല്ല മേക്കാണ്, നല്ല ഡയറക്ഷനാണ്. എല്ലാ ആർട്ടിസ്റ്റും നല്ല പെർഫോമൻസാണ്. എല്ലാവർക്കും, ഒരു ഫാമിലിക്ക് ഫുൾ എല്ലാവർക്കും വന്ന് കണ്ട് നല്ലോണം ആസ്വദിക്കാൻ പറ്റിയൊരു പടമാണ്. അതിൽ നമുക്ക് വെറുപ്പിക്കാവുന്ന ഒരു സാധനം അതിനകത്തില്ല. എല്ലാവരും കാണണം, തിയേറ്ററിൽ തന്നെ എല്ലാം കാണണം. അണ്ണ പടം എങ്ങനെയുണ്ട്? ആദ്യത്തെ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ ആവറേജിൻ്റെ ഇടയിലാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫാണ്. മാഷനാണ് ചെയ്യുന്നുണ്ട്, ഷാജിപ്പാപ്പൻ തന്നെ ചെയ്യുന്നുണ്ട്, ജയ്സു തന്നെ ചെയ്യുന്നുണ്ട്, ഡ്യൂഡോ വിനായകൻ തന്നെ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ സണ്ണിമേൻ്റെ കുറച്ച് വെറുപ്പിക്കണമെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റ് പൊതുവെ കുറച്ച് മോശമാണ്. എന്നാലും പടം ടൈം വാച്ചബിളാണ്. വിജയ് ബാബുവിന് എന്തെങ്കിലും മുതലാക്കിയ കാശ് കിട്ടും. ഇനി അടുത്ത ഭാഗങ്ങളെല്ലാം വരികയും ചെയ്യും. ആട് 2 അത്രയും പ്രതീക്ഷിച്ച് പോകണ്ട. ആട് 1 ബെറ്ററാണ്. ആട് 4 വേണ്ടി അണ്ണൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആട് വരും. അണ്ണൻ വെയിറ്റിംഗ് ഉണ്ട്, ഭയങ്കര വെയിറ്റിംഗ് ആയിട്ട്. അതുണ്ട്. കാരണം ആട് 1 മോശമായിട്ട് ആട് 2 വന്നാണല്ലോ. ആട് 1 ഫ്ലോപ്പായിട്ട് ആട് 2 വന്നാണല്ലോ. പിന്നീട് ഭാഗങ്ങളെല്ലാം വരും. എന്തായാലും പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. പടം കണ്ടിരിക്കാം. ആട് 1 ആണോ 2 ആണോ? അത് കഴിഞ്ഞാൽ ആട് 3, അത് കഴിഞ്ഞാൽ ആട് 1. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഇഷ്ടപ്പെട്ടത് സർബത്ത് സമീറേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷാജിപ്പാപ്പനെ ഇഷ്ടപ്പെട്ടു. ആശാൻ എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ യുക്തിയൊന്നുമില്ല. അത് പ്രതീക്ഷിച്ച് പോകണ്ട, അങ്ങനത്തെ ഫിലിമല്ല. എന്നാലും നല്ലൊരു എൻ്റർടൈൻ കണ്ടിരിക്കാം.
ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാ? ഹൈപ്പിൻ്റെ ആവശ്യം ഇപ്പോൾ തുടരും പടമൊന്നും അധികം ഹൈപ്പ് കൊടുത്തില്ല, എന്നിട്ടാ ഓടിയത്. ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ആണ് ഹൈപ്പ് കൊടുക്കാതിരിക്കണം. ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും കണ്ടിരിക്കാം.